കെ എം മാണിയുടെ 6ാം ചരമവാർഷികമാണിന്ന്. 6ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കോട്ടയം തിരുനക്കര മൈതാനിയിൽ സ്മൃതി സംഗമം നടത്തും. പി ജെ ജോസഫ്, മോൻസ് ജോസഫ് തുടങ്ങിയവർ കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തി. ഷിനോജ ടി ചേരുന്നുണ്ട്. ഷിനോജ, കെ എം മാണിയെ ഓർമ്മിക്കുവാൻ വേണ്ടി പി ജെ ജോസഫും എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ വിട്ടുപോയവർ, മറ്റ് കേരള കോൺഗ്രസ് മാണിയെ നിൽക്കുന്നവരും എത്തിയിട്ടുണ്ടോ? ഇരു പാർട്ടിക്കാരുമാണോ ഇവിടെ സംഗമത്തിൽ പങ്കെടുക്കുന്നത്? മാർഷലെ, വിവിധ കേരള കോൺഗ്രസുകൾ ഇത്തരത്തിൽ കെ എം മാണിയുടെ ചരമവാർഷിക ദിനം ആചരിക്കുന്ന ഒന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കെ എം മാണിയുടെ ഓർമ്മ വിവിധ കേരള കോൺഗ്രസുകൾ അത് പുതുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മാണി ഗ്രൂപ്പുണ്ട്, ജോസഫ് ഗ്രൂപ്പുണ്ട്, മറ്റ് പല കേരള കോൺഗ്രസുകളൊക്കെ തന്നെ ഇന്ന് കോട്ടയത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള അനുസ്മരണ പരിപാടികളൊക്കെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. രാവിലെ പാല സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിൽ നടന്ന കുർബാനയിൽ ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളൊക്കെ തന്നെ പങ്കെടുത്തു. അതിനുശേഷം കല്ലറയിലെത്തി നേതാക്കളും ഒക്കെ തന്നെ പ്രാർത്ഥന നടത്തി. അതിന് പിന്നാലെയാണ് ഈ ജോസഫ് ഗ്രൂപ്പ് നേതാക്കളൊക്കെ തന്നെ ഈ കല്ലറയിലേക്ക് എത്തിയത്. മോൻസ് ജോസഫ്, പി ജെ ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ തന്നെ ഇതിലുണ്ടായിരുന്നു. മാത്രമല്ല 9 മണിയോടുകൂടി തിരുനക്കര മൈതാനത്ത് കെ എം മാണിയാക്കിയ ഒരുപാട് പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കെ എം മാണിയുടെ അത്തരത്തിലുള്ള ഒരുപാട് പ്രസംഗങ്ങളൊക്കെ തന്നെ വേദിയായിട്ടുള്ള തിരുനക്കര മൈതാനത്ത് കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ സ്മൃതി സംഗമം എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിലും കേരള കോൺഗ്രസ് എമ്മിന്റെ വിവിധ നേതാക്കളൊക്കെ തന്നെ പങ്കെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കെ എം മാണി എന്ന മനുഷ്യൻ ഇത്തരത്തിൽ പാലായിലും അതുപോലെ തന്നെ കേരളത്തിലുമൊക്കെ ഉണ്ടാക്കിയ ഒരു അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് എത്രത്തോളമാണ് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കുന്നതിന് വേണ്ടിയും ഒക്കെ തന്നെ ഒരു അനുസ്മരണ യോഗം പോലെയാണ് അത്തരത്തിൽ ഈ പരിപാടി ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഷിനോജാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയിട്ടുള്ളത്.